ഹലോ ഗൈസ്, എല്ലാ ദിവസവും ഞാനല്ലേ കുക്ക് ചെയ്യാറ്. ഇന്ന് ഏട്ടൻ്റെ സ്പെഷ്യലാണ്. ഇന്ന് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത് ഏട്ടനാണ്. ഇപ്പം നമുക്കൊരു കുക്കറിൽ ചിക്കൻ ബിരിയാണി വെച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ തുടങ്ങാം. ഇന്ന് എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടേ ഉണ്ടാവുള്ളൂ. ബാക്കി ഫുൾ കുക്കിംഗ് ഏട്ടനാണ്. ഏട്ടൻ ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കൻ ഉണ്ട്. 1 കിലോ. അത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മസാല റെഡി ആക്കണം. മുളക് പൊടി ഇട്ടു. മുളക് പൊടി അളവൊന്നും ഇല്ല, ഇതൊക്കെ സ്വന്തം ഇഷ്ടമാണ്. കൈക്കണക്കിന്. മല്ലിപ്പൊടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മല്ലിപ്പൊടിയാണ് കേട്ടോ. മുളകും മല്ലിയും മുളകും ഒക്കെ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരാറ്. ഗരം മസാല, ഇനി അടുത്ത മഞ്ഞൾപ്പൊടി കുറച്ചുകൂടെ ആവും. പെപ്പർ, സോൾട്ട്. നേരത്തിന് തൈര് വേണം. തൈരൊക്കെ ഞാൻ റെഡിയാക്കി വെച്ച് കൊടുക്കാം. തൈര് അരക്കപ്പോഴും തൈരുണ്ട്. 1 കിലോ ചിക്കൻ എടുത്തുകൊണ്ട് അരക്കപ്പ് തന്നെ തൈര് എടുത്തിരിക്കണം. നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പോൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, സാധാ നമ്മൾ വെക്കുന്ന അവിടെ വെക്കാം. ഉള്ളി അരിയാണ് ഞാൻ ഈ ജാറിലാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിൽ സ്ലൈസ് ചെയ്യാന്നുള്ളതാണ്. നല്ല ഫൈനായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിയും കിട്ടും കേട്ടോ. അപ്പോൾ ഓയിലും നെയ്യും ഇട്ടിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം. പിന്നെ കുറച്ച് ഉള്ളി വറുത്തെടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് ഇടാം. അണ്ടിപ്പരിപ്പ് ആയതുകൊണ്ട് കോരിയെടുക്കാം. ഇനി നമുക്ക് മുന്തിരി ഇടാം. നമുക്ക് കുറച്ച് ഉള്ളി വറുത്തെടുക്കാം. ഉള്ളിയൊക്കെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. കോരിയെടുക്കാം. ഇനി നമുക്ക് സ്പൈസസ്, ഏലക്കായ, ഗ്രാമ്പൂ, കറാമ്പട്ട, ബേ ലീഫ് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഉള്ളി ഇടാം. കുറച്ചുള്ളി ഇത് നമ്മൾ സലാഡിക്കൊക്കെ വേണ്ടിയിട്ട് മറ്റേ ഇതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും. കുറച്ച് അതൊരു ഗോൾഡൻ കളർ ആയി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല,
തക്കാളി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇടാം. ഇത് ഏകദേശം നമ്മളൊരു മണിക്കൂറോളം മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ജസ്റ്റ് ഒരു ചിക്കൻ ഒന്ന് വേവുന്ന വരെ ഇളക്കി കൊടുക്കാം. ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ആഡ് ചെയ്യാൻ പോവാണ്. എന്തായിട്ടാ? ഇത് ചിക്കൻ മാഗി ക്യൂബ് അങ്ങനെ നല്ലോണം പൊടിച്ച് ഇടാം. ഒരെണ്ണം മതിയല്ലേ? ഒരെണ്ണം മതിയാവും. അപ്പം ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അല്ല, മല്ലി പുതിന ഇട്ടിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. അത് നമുക്ക് അരിക്ക് പാകത്തിന് ഒരു കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഉപ്പ് ഇനി വേണമെങ്കിൽ ഇട്ട് കൊടുക്കണ്ടേ? നമുക്കതിന് ഉപ്പ് നോക്കാം. കാരണം ചിക്കൻ സ്റ്റോക്ക് ഇട്ടതുകൊണ്ട് ചിലപ്പോൾ നല്ല ഉപ്പുണ്ടായിരിക്കും. ഉപ്പ് കുറച്ച് മുന്നിക്ക് നിൽക്കണം, കാരണം നമ്മൾ അരി ഇടാനുള്ളതാണ്. കുറച്ചുകൂടെ ആവാം. കുറച്ച് ഇനി നമ്മൾ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കതിലേക്ക് കഴുകി വെച്ച അരി, ഇത് ജീര റൈസാണ്, നല്ല മണമുള്ള റൈസാണ്. 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം. എല്ലാം ഒന്ന് അരി മൂടകത്ത രീതിയിൽ വെച്ചിട്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാം. ഇപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ആക്കാം. ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പ്രഷർ മാറുന്നത് വരെ കഴിഞ്ഞാൽ നമുക്ക് തുറന്നിട്ട് എന്തുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓഫാക്കിയിട്ട് ഒരു 20 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നല്ല മണമുണ്ട്. നല്ല മണം വരുന്നുണ്ടല്ലോ. നമുക്ക് ആദ്യം ചോറ് വെന്തണോ നോക്കാം. ചോറ് പാകത്തിന് വെന്തുണ്ട്. ആയിട്ടുണ്ടോ? നമുക്കിത് വേഗം വേറെ പാത്രത്തേക്ക് മാറ്റി വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂടുകൊണ്ട് പിന്നെയും വേവ് കൂടിപ്പോവും. അങ്ങനെ ഏട്ടൻ്റെ കുക്കറി ബിരിയാണി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല അടിപൊളിയുണ്ട്. ഇനി കഴിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കി പറയാം. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എല്ലിൽ നിന്നൊക്കെ അടർന്നു പോന്നിട്ടുണ്ട്. റൈസ് കഴിച്ചു. പാകത്തിന് നന്നായി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇവിടെ നിന്നൊക്കെ കഴിക്കുന്ന ഒരു ബിരിയാണി ഇല്ലേ, അമ്പൂർ ബിരിയാണി, ആ ഒരു സ്റ്റൈലിൽ തോന്നും. കൊള്ളാം. ചിക്കന് ലെഗ് പീസ് തന്നെ കിട്ടി, പക്ഷെ അത് അടർന്നു പോന്നു. വെന്തുണ്ട്.